സമയത്ത് സ്വാഭാവികമായിട്ടും അയൽ രാജ്യത്ത് ഇങ്ങനെ സംഭവിക്കുന്നു. പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഒരു ശത്രുരാജ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പോഴും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ നമ്മുടെ കൂടിയാലോചനകൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മളതിനെ എങ്ങനെയാണ് കണ്ടത്, എന്താണ് നമ്മളവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ടാവുമല്ലോ. അത് എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത്? നമുക്ക് ഒരിത്തിരി പിന്നോട്ട് പോകേണ്ടി വരും. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947. അന്നത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി നോൺ അലൈൻമെൻ്റ് ആയിരുന്നു. ഈ നോൺ അലൈൻമെൻറ്റിന് കുറേ പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു, കൂടുതൽ നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു. കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 ഗ്രൂപ്പായി. ഒന്ന് USSRൻ്റെ ഒരു ഗ്രൂപ്പ്, മറ്റേ ഗ്രൂപ്പ് USA-യുടെ. വാർസോ പാക്ട് കൺട്രീസ് റഷ്യയുടെ ഭാഗം, അതായത് USSRൻ്റെ ഭാഗമായിട്ട്, ബാക്കിയുള്ള രാഷ്ട്രങ്ങളിൽ നല്ലൊരു ഭാഗം അമേരിക്കയുടെ ഭാഗത്തും. അമേരിക്ക അന്ന് പ്രധാനമായിട്ടും 3 സംഘടനകൾക്ക് രൂപം കൊടുത്തു. ഒന്ന് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഏറെക്കുറെ എല്ലാ രാഷ്ട്രങ്ങളും നാറ്റോൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. തേർഡ് വൺ സീറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ. അന്നത്തെ പ്രസിഡൻ്റായിരുന്ന അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന നിക്സൺ, അദ്ദേഹം ഇന്ത്യയോട് ഇൻസിസ്റ്റ് ചെയ്തു, നിങ്ങൾ ഒന്നുകിൽ സെൻറ്റോയിൽ ചേരണം, അല്ലെങ്കിൽ സീറ്റോയിൽ ചേരണം, ഐഡിയലി ഇത് രണ്ടിലും നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. ഇന്ത്യ സമ്മതിക്കാതിരിക്കാൻ കാരണം നമ്മളുടെ നോൺ അലൈൻമെൻറ്റ് പോളിസിയാണ്. പാകിസ്ഥാൻ സെൻറ്റോയുടെ ഭാഗമായി, അതായത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ്റെ ഭാഗമായി. അത് കാരണത്താൽ തന്നെ പാകിസ്ഥാന് അമേരിക്കക്കാരുടെ ഒരുപാട് സഹായങ്ങളും സപ്പോർട്ടും കിട്ടി. പാകിസ്ഥാൻ ആർമി വളരെയധികം മോഡേണൈസായി. അവരുടെ അടുത്ത് ഒരുപാട് നല്ല എക്യുപ്മെൻറ്റ്സ് വന്നു. പാറ്റൻ ടാങ്കുകളടക്കം എല്ലാ എക്യുപ്മെൻറ്റുകളും അവരുടെ അടുത്തെത്തി. 1962 നമ്മൾ ചൈനയായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ആ യുദ്ധം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനാണ് അമേരിക്ക പാകിസ്ഥാനി എല്ലാവിധ വെപ്പൺസും കൊണ്ടുകൊടുക്കുന്നത്. ഇതൊന്നും പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് 1965 പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചത്. റൈറ്റ്. നമ്മൾ സെൻറ്റോയിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിക്സനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഇൻസൾട്ടായിട്ട് മാറി. സോ അയാളത് മനസ്സിൽ വെച്ചു. മറ്റൊരു കാര്യം, പാകിസ്ഥാൻ പ്രസിഡൻറ്റ് യാഹ്യ ഖാനും നിക്സനും വളരെ അടുത്ത ഫ്രണ്ട്സായിരുന്നു. അതിന് കാരണം നിക്സൺ അമേരിക്കൻ കൗൺസിലേറ്റ് പാകിസ്ഥാനിലുള്ള അവിടെ കൗൺസിൽ ജനറലായിരുന്നു. അതേ സമയത്ത് യാഹ്യ ഖാൻ ഓഫ് കോഴ്സ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടു, അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് മാറിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ അറിയപ്പെടുന്ന വിധത്തിൽ നമുക്കില്ലായിരുന്നു. 1969 മുതൽ 71 വരെ പല തവണയും USSR ഇന്ത്യയുടെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളതിനും സമ്മതിച്ചിട്ടില്ല. റൈറ്റ്. അങ്ങനെ അപ്പോൾ അത് 2 കാര്യങ്ങളായി. ഇന്ത്യയിലേക്ക് 1 കോടി റെഫ്യൂജീസാണ് വന്നു കയറിയത്. ഇന്ത്യയുടെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി ഒക്കെ വളരെ മോശമായിരുന്നു. 1 കോടി ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഇതിപ്പോൾ 1 കോടി, ഇനി അത് 2 കോടി ആയിക്കൂടാന്നും 3 കോടി ആയിക്കൂടാന്നും യാതൊരു വിധത്തിലുള്ള ഒരു ഹോപ്പും നമുക്ക് ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവരെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരു നിഗമനത്തോടു കൂടി നമ്മൾ ലോകരാഷ്ട്രങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി.
പക്ഷെ നമുക്കൊരുത്തൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഇനി അവിടെ മിലിറ്ററിലി അവിടെ ഇൻ്റർഫിയർ ചെയ്യണമെന്നുള്ള ഒരു നിഗമനത്തിലെത്തി നമ്മുടെ പ്രൈം മിനിസ്റ്റർ. അന്നത്തെ ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് ജനറൽ SH മാനുഷയായിരുന്നു. അദ്ദേഹത്തെ ഇൻഫാക്റ്റ് ഓൺ 7th or 8th of April ഇന്ദിരാഗാന്ധി വിളിച്ചു. ഇന്ദിരാഗാന്ധി ഓഫീസിൽ വിളിച്ചിട്ട് ജനറൽ മനീഷോട് പറഞ്ഞു, എൻ്റെ പാകിസ്ഥാൻ, എൻ്റെ ഈസ്റ്റ് പാകിസ്ഥാൻ. സോ ജനറൽ മനീഷ ശ്രീമതി ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, ജസ്റ്റ് ഗിവ് മീ 10 minutes, എനിക്കൊരു 10 മിനിറ്റ് സമയം താ, പെട്ടെന്നുള്ള ഒരു ഇതാണല്ലോ. സോ 10 മിനിറ്റ് കഴിഞ്ഞു. പ്രൈം മിനിസ്റ്റർ വിളിച്ചു. ജനറൽ മനീഷ പറഞ്ഞു, മാഡം, ഇപ്പോൾ നമുക്ക് ഒരു യുദ്ധം ചെയ്യണം, അതിനുള്ള ഒരു സ്റ്റേറ്റിലല്ല നമ്മളിപ്പോൾ. വി കനോട്ട് ഗോ ഇൻ. If we go in, that will be a military intervention. Okay. അതിനുള്ള ഒരു ഇതിലായിരുന്നില്ല. സോ ഷീ ആസ്ക്ഡ് വാട്ട് ഇസ് റീസൺ വൈ യു കാണ്ട്. സോ ജനറൽ മനീഷ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒത്തിരി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അന്നത്തെ സാഹചര്യം. ഫസ്റ്റ്ലി ദിസ് വാസ് ഹാപ്പനിങ് ഇൻ ദ മന്ത് ഓഫ് മാർച്ച് ആൻഡ് ഏപ്രിൽ. അത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിൽ അന്ന് ഹാർവെസ്റ്റിംഗ് സീസണാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ. ഈ സമയത്ത് ധാന്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഡൗണിലേക്ക് കൊണ്ടുവരണം. കംപ്ലീറ്റ് റോഡ്സ് വിൽ ബി ബിസി, ഓൾ ട്രാൻസ്പോർട്ട് വിൽ ബി ബിസി. അതൊന്ന്. രണ്ടാമത്, അവിടേക്ക് പോകാനായിട്ട് നമ്മുടെ അടുത്ത് ഫോഴ്സസ് എവിടെ? നമ്മളുടെ അടുത്ത് റിസർവ് ഫോർമേഷൻസ് ഒന്നുമില്ലല്ലോ. നമ്മുടെ അടുത്തുള്ള ഫോർമേഷൻസ് എല്ലാം അന്ന് ഡിപ്ലോയിഡാണ്. വെസ്റ്റ് പാകിസ്ഥാനായിട്ടുള്ള ആ ബോർഡറിൽ അവിടെ ഡിപ്ലോയിഡാണ്. ചൈനയായിട്ടുള്ള ആ ബോർഡറിൽ ഡിപ്ലോയിഡാണ്. പിന്നെ നമ്മുടെ 7 സിസ്റ്റേഴ്സിൽ പല സ്റ്റേറ്റുകളിലും അന്ന് ഇൻസർജൻസി നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള 4 കോർ എൻറ്റയർലി അവിടെ ഇൻസർജൻസി ഓപ്പറേഷനിലാണ്. അത് ഫോഴ്സസിനെ മൊബിലൈസ് ചെയ്യണ്ടേ? സോ മൊബിലൈസേഷൻ ചെയ്യാനായിട്ട് നമുക്ക് സമയം വേണം. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മോൺസൂൺ സീസൺ വരെയാണ്. മോൺസൂൺ സീസണിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു നദിയായിട്ട് മാറുകയാണ്. കംപ്ലീറ്റ് സ്ഥലങ്ങളെല്ലാം മാർഷി ലാൻഡായിട്ട് മാറും. എല്ലാ നദികളും വളരെ വളരെ ഫ്ലഡിങ് നടക്കുന്ന ഒരു സമയമാണ്. നദികളെ പറ്റിയിട്ട് ഞാൻ പിന്നീട് പറയാം. ഇനി അതിലും പ്രധാനപ്പെട്ട കാര്യം ചൈനയുടെ ഇൻ്റർഫിയറൻസ്. അഥവാ ചൈന ഇൻ്റർഫിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഫ്രണ്ടിൽ യുദ്ധം ചെയ്യേണ്ടി വരും. വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ ആൻഡ് അഗെയിൻസ്റ്റ് ചൈന. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു യുദ്ധത്തിന് പോകാൻ പറ്റില്ല. അഥവാ ഇതേ സിറ്റുവേഷൻ നമ്മൾ നവംബർ ഡിസംബറിൽ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ മഞ്ഞുകാലം തുടങ്ങും, ഹിമാലയൻ മൗണ്ടൻസ് മുഴുവനും സ്നോ കൊണ്ട് കവറാവും, പാസസ് എല്ലാം ക്ലോസ് ആവും. ആ സമയത്ത് ചൈനക്കാർക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല. സോ അത് മറ്റൊരു കാരണം. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു യുദ്ധം വരികയാണ്. ഇതിനെപ്പറ്റി നമുക്ക് യാതൊരു വിധത്തിലുള്ള എക്സ്പെക്റ്റേഷനും ഇല്ല. ഇതിന് യുദ്ധം നടക്കുകയാണെങ്കിൽ നമുക്ക് ട്രൂപ്സിനെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് റോളിംഗ് സ്റ്റോക്കുകൾ വേണം, ട്രെയിൻ വേണം. അത്രയധികം റോളിംഗ് സ്റ്റോക്കുകൾ നമ്മുടെ അടുത്ത് ഇല്ല. ഇനിയോ എമ്യുനേഷൻ, ആർട്ടിലറി എമ്യുനേഷൻ, ടൺസ് ആൻഡ് ടൺസ് ഓഫ് എമ്യുനേഷൻ ഇസ് റിക്വയർഡ്. അത്രയൊന്നും എമ്യുനേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമുക്ക് എപ്പോഴും ഒരു ഐഡിയ ഉണ്ടാവും. ഒരു യുദ്ധം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ മിലിറ്ററി ഭാഷയിൽ പറയും, ഒരു ഫസ്റ്റ് ലൈൻ, ഒരു സെക്കൻഡ് ലൈൻ, പിന്നെ 3 days WWR, വാർ വിത്ത് സ്റ്റേറ്റ് റേറ്റ്, ആൻഡ് ഒരു മാക്സിമം 10 to 30 days ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. ഇത്ര അമ്യൂണിഷനാണ് സാധാരണ നമുക്ക് വേണ്ടത്.
ഡിപ്പെൻഡിങ് ഓൺ എത്ര കാലത്തിനാണ് യുദ്ധം നടക്കുന്നത്. ഇത്ര അമ്യൂണിഷൻ നമ്മുടെ അടുത്തില്ല. ഈ അമ്യൂണിഷൻ പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മുടെ ഷിപ്പുകളും എയർക്രാഫ്റ്റുകളും ഒക്കെ അന്ന് മേജർ ഓവറോളിങ് ആൻഡ് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. പക്ഷെ ആ സമയത്ത് ഇങ്ങനെയൊരു സിറ്റുവേഷനുണ്ട്. ഇനി അതിലും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളുടെ ജനങ്ങളെ ഒരു യുദ്ധത്തിനായിട്ട് മാർച്ചുകായിട്ട് തയ്യാറാക്കണ്ടേ. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ മനുഷ്യ മനസ്സിലാക്കി, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാജ്യത്തേക്ക് നമ്മൾ കിടക്കണമെന്നുണ്ടെങ്കിൽ, അവിടെ ഒരു യുദ്ധം നടക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി മാത്രമേ അത് പറ്റൂ. അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു സപ്പോർട്ട് പോരാ, അവരുടെ ആക്റ്റീവ് സപ്പോർട്ട് വേണം. അവർ നമ്മളുടെ ഒരു വാൻ ഗാർഡായിട്ട് പ്രവർത്തിക്കണം. വാൻ ഗാർഡ് എന്ന് വെച്ചാൽ നമ്മൾ മിലിറ്ററിക്കാരിങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മുന്നിലുണ്ടാവുന്ന ആൾക്കാരെയാണ് നമ്മൾ ഒരു വാൻ ഗാർഡ്, അഡ്വാൻസ് ഗാർഡ് എന്നൊക്കെ ഞങ്ങൾ പറയും. ഈ വാൻ ഗാർഡ് അവർ നമ്മുടെ മുന്നിൽ വേണം. അവർ വേണം നമ്മളെ നയിക്കാൻ. ഈ പാകിസ്ഥാനിലെ പട്ടാളക്കാർ എവിടെയൊക്കെയാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവർ വേണം നമുക്ക് പറഞ്ഞു തരാനായിട്ട്. നമുക്കറിയില്ലല്ലോ. ഇനി ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ എ വെരി ക്വിക്ക് ടൈം ഫ്രെയിം. ഒരു നീണ്ട 1 മാസം 2 മാസം യുദ്ധം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് നമുക്കതിൻ്റെ റിസോഴ്സസ് ഇല്ല. മറ്റൊന്ന്, ഫോറിൻ നേഷൻസുമായിട്ടുള്ള ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി വിൽ ഇൻ്റർഫിയർ. UN ഉണ്ടല്ലോ, അവിടെ വീറ്റോ പവറുള്ള 5 രാഷ്ട്രങ്ങളുണ്ടല്ലോ. അവർ സീസ് ഫയർ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചേ പറ്റൂ. സോ അവർ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിന് മുമ്പ് വേണം നമ്മുടെ ഈ യുദ്ധം, അഥവാ യുദ്ധം നടക്കുകയാണെങ്കിൽ അത് ഫിനിഷ് ചെയ്യാനായിട്ട്. ഇതെല്ലാം പറഞ്ഞിട്ടും മാഡം പ്രൈം മിനിസ്റ്ററുടെ തലയിലേക്ക് കയറുന്നില്ല. അതിന് കാരണമുണ്ട്. ആ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ തലയിലേക്ക് കയറുന്നില്ല. അവസാനം ഡെസ്പറേറ്റ് ആയിട്ട് ജനറൽ മനുഷ്യ പറഞ്ഞു, മാഡം ഞാൻ എൻ്റെ റെസിഗ്നേഷൻ ഇവിടെ വെച്ച് മാഡത്തിന് എഴുതി തരണോ അതോ ഞാൻ എൻ്റെ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് അയച്ചു തന്നാൽ മതി പറഞ്ഞു. ഇദ്ദേഹം എഴുന്നേറ്റു, സല്യൂട്ട് ചെയ്തു, പോവാണ്. പ്രൈം മിനിസ്റ്റർ ജനറലിനോട് പറഞ്ഞു, ജനറൽ കം ബാക്ക്, സിറ്റ് ഡൗൺ, സോ വെൻ ക്യാൻ യു ഗോ? അദ്ദേഹം പറഞ്ഞു, മാം നവംബറിന് ശേഷം എപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ യുദ്ധത്തിന് തയ്യാറാണ്. ആൻഡ് ഐ അഷ്യൂർ യു 100% സക്സസ്, 100% വിക്ടറി, 100% വിക്ടറി ഞാൻ അഷ്യൂർ ചെയ്യുന്നു. അതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഐ കനോട്ട് അഷ്യൂർ യു. ആൻഡ് ജയിക്കാൻ പറ്റാത്ത ഒരു യുദ്ധം, ജയിക്കാൻ പറ്റാത്ത ഒരു സേനയെ ഞാൻ ലീഡ് ചെയ്യില്ല. ഇങ്ങനെ പ്രൈം മിനിസ്റ്റർ അപ്പോൾ ഇങ്ങനെ നിർബന്ധിക്കാൻ എന്താ കാരണം? പ്രൈം മിനിസ്റ്റർ ശ്രീമതി ഇന്ദിരാഗാന്ധി അവർ വളരെ ഫോർസൈറ്റുള്ള ഒരു ലീഡറായിരുന്നു. ഷി വാസ് എ വെരി ബ്രേവ് ലേഡി, എ വെരി ബ്രേവ് ലീഡർ. പക്ഷേ പ്രൈം മിനിസ്റ്റർക്ക് രാഷ്ട്രത്തിനോട് പറയാൻ പറ്റുമോ നമുക്കിപ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന്? കാരണം ആൾക്കാർ ഇങ്ങനെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാവരും സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേറെ ആരെങ്കിലും ഇത് അവരോട് പറയണം. സോ അത് കാരണത്താലാണ് ഇവർ ഇങ്ങനെ ജനറലിനെ ഇങ്ങനെ പ്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനറൽ ഇത് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. പക്ഷേ അതവർ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്തില്ല. അവർ പറഞ്ഞു ഓക്കെ, ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പറയല്ലോ, ആം ഫോഴ്സസ് ആർ നോട്ട് റെഡി. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ നവംബർ ഡിസംബർ ആകുമ്പോഴേക്ക് യുദ്ധത്തിന് തയ്യാറാവാൻ പറ്റണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയത്. എന്തൊക്കെയായിരുന്നു അപ്പോൾ അതിനുള്ള ഒരുക്കം? സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം വന്ന പാടെ അതിന് കാര്യങ്ങൾ തുടങ്ങി കാണുമല്ലോ. അതായത് അമ്യൂണിഷൻസ്, പിന്നെ അന്നത്തെ ആധുനികമായിട്ടുള്ള ആയുധങ്ങളെ പറ്റിയുള്ള ചിന്തകൾ, പിന്നെ വ്യോമസേന, നാവികസേന, ഇതെല്ലാം തയ്യാറാകണം. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും നടന്നിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും? ഇതിൻ്റെ രണ്ട് ഭാഗത്തിൽ വേണം ഇതിന് ആൻസർ ചെയ്യാനായിട്ട്. ഒന്ന്, നമുക്ക് ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ഫേവറബിൾ ഒപ്പീനിയൻ ആൻഡ് ഫേവറബിൾ സപ്പോർട്ട് നേടിയെടുക്കണം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി വാസ് വെരി പവർഫുൾ അറ്റ് ദാറ്റ് ടൈം. ഇന്നത്തെ ഇന്ത്യ അല്ല, അന്നത്തെ ഇന്ത്യ. സോ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻ നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ആവശ്യമായിരുന്നു. അതിനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു. UN-ൽ തന്നെ നമ്മൾ 38 ഇൻ്റർഫിയറൻസ്, യുണൈറ്റഡ് നേഷൻസിൽ 38 നടത്തി. ഏകദേശം 40, ഏകദേശം അല്ല കൃത്യമായിട്ടും 40 രാഷ്ട്രങ്ങളിൽ നമ്മൾ നമ്മളുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് പറഞ്ഞു വെച്ചു. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, അന്നത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള UK, ജർമ്മനി അന്ന് ഡിവൈഡായിട്ടില്ല. അപ്പോൾ ബോൺ അവിടെ പോയി, പിന്നെ കാനഡയിൽ പോയി, ഫ്രാൻസിൽ പോയി, ബെൽജിയത്ത് പോയി, അങ്ങനെ 5 രാഷ്ട്രങ്ങളിൽ പോയി. പ്രൈം മിനിസ്റ്റർ സ്വയം നിക്സനെ പോയി കണ്ടു. പക്ഷേ ഫേവറബിൾ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു റെസ്പോൺസും അവിടെ നിന്ന് കിട്ടിയില്ല. ഞാൻ 1969 മുതൽ 71 വരെ USSR ഇന്ത്യയെ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞു. അവരായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്യാൻ വേണ്ടി 1971 ഓഗസ്റ്റ് 9 ഇന്ത്യയും റഷ്യയും കൂടിയിട്ടുള്ള ഒരു 20 വർഷത്തെ ഒരു പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്തു. ഇൻഹറൻറ്റ് ഇൻ ദാറ്റ് വാസ് that if either country is attacked militarily by any other country, so each country will help the other country. മനസ്സിലായതല്ലേ ഞാൻ പറയുന്നത്? അതെ. ഏതെങ്കിലും വിധത്തിൽ വേറെ ഒരു രാഷ്ട്രം റഷ്യ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന USSRനെയോ നമ്മളെയോ ആക്രമിക്കുകയാണെങ്കിൽ 2 രാഷ്ട്രങ്ങളും പരസ്പരം സഹായിക്കും എന്നുള്ള ഒരു ഇതായിരുന്നു. ഇതോടുകൂടി നമുക്ക് കുറേ സമാധാനമായി. നമ്മുടെ ആംസ് ആൻഡ് അമ്യുനേഷൻ്റെ തയ്യാറെടുപ്പും വെപ്പൺസിൻ്റെ ഓവറോളിങ്ങും പരിപാടിയെല്ലാം ഇതെല്ലാം സൈമിൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോഴ്സസിനെ നമ്മൾ മൊബിലൈസ് ചെയ്യാൻ തുടങ്ങി. ഫോഴ്സസിനെ മൊബിലൈസ് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വായിച്ചത്. ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ചൈനയ്ക്കെതിരായിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ നമ്മളുടെ ആർമി മുഴുവനും ഡിപ്ലോയ് ആയിരുന്നു. അപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഫോഴ്സസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മളെപ്പോഴും മിലിറ്ററിയിൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉപയോഗിക്കാറുണ്ട്. ഒരു സ്ഥലത്തുള്ള മുഴുവൻ ഫോഴ്സസിനെ നമുക്ക് ഒരിക്കലും ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയുടെ ഈ തയ്യാറെടുപ്പുകൾ നടക്കുന്ന അതേ സമയത്ത് തന്നെ 2-3 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ 1971 മാർച്ച് മാസം 25 ഈ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് പ്രഖ്യാപിച്ചത്. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ജനോസൈഡ് തന്നെയായിരുന്നു. പാകിസ്ഥാൻ ചെയ്യുന്ന ഈ അനീതികൾ ലോകത്തിന് ഒരു ഫേവറബിൾ ആയിട്ടുള്ള വിധത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വെസ്റ്റ് പാകിസ്ഥാൻ അവിടുത്തെ 9 അറിയപ്പെടുന്ന ജേർണലിസ്റ്റുകളെ ഡാക്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇൻ്റർനാഷണൽ മീഡിയയെ അവിടെ നിന്ന് നിശേഷം ഇവർ പറഞ്ഞു വിട്ടിരുന്നു. ഇൻ്റർനാഷണൽ മീഡിയ വാസ് നോട്ട് പെർമിറ്റഡ്. ഈ പോയ കൂട്ടത്തിൽ ഈ 9 പേരിൽ ഒരാൾ ഗോവൻ ഒറിജിനായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി പാകിസ്ഥാനിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ആൻ്റണി മെസ്ക്രാനസ്. ലാഹോറിൽ നിന്ന് പബ്ലിഷ് ആവുന്ന മോർണിംഗ് സ്റ്റാർ എന്ന പേപ്പറിൻ്റെ റിപ്പോർട്ടറായിരുന്നു ആൻ്റണി മെസ്ക്രാനസ്. പാകിസ്ഥാനിലെ ഈ ജനോസൈഡ് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഭാര്യയ്ക്ക് തീരെ സുഖമില്ല എന്നും പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകുന്നു.
പാകിസ്ഥാനിൽ പോയിട്ട് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻകാർ അദ്ദേഹത്തെ കൊന്നുകളയും. അങ്ങനെ ഇദ്ദേഹം തന്ത്രപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ലണ്ടനിലേക്ക് മാറ്റി. ഫാമിലിയെ ലണ്ടനിലേക്ക് മാറ്റാനായിട്ട് അദ്ദേഹം അവരുടെ കൂടെ പോയി. അവരെ അവിടെ കൊണ്ടുപോയി ഒരു വിധത്തിൽ സെറ്റിൽ ചെയ്തിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമല്ലോ. പക്ഷേ അന്ന് പാകിസ്ഥാനിൽ നിന്ന് കൊല്ലത്തിലൊരിക്കൽ മാത്രമേ ഒരാൾക്ക് വിസ കിട്ടുള്ളൂ പുറത്തോട്ട് പോകാനായിട്ട്. അപ്പോൾ ആൻ്റണി മസ്കരേനസിന് പോകാൻ പറ്റില്ല. ആൻ്റണി മസ്കരേനസ് അവിടെ നിന്ന് ബലൂചിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി അവിടെ നിന്ന് ലണ്ടനിലെത്തണം. ലണ്ടനിലെത്തിയിട്ട് സൺഡേ ടൈംസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. ആ പബ്ലിക്കേഷനിൽ 10 കോളംസ് വരുന്ന ജനോസൈഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. ഈ ആർട്ടിക്കിൾ വായിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ലോകം എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയണം. ഇന്ത്യ എല്ലാ രാഷ്ട്രങ്ങളോടും പറയുന്നുണ്ട്, പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്കൊന്നും ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞു, യുണൈറ്റഡ് നേഷൻസിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകശാന്തിയും സമാധാനമാണ്. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക എന്നാണ് അവർ അതിൻ്റെ മലയാളത്തിലെ ഈക്വലൻ്റ്. അവർ പറഞ്ഞു ഞങ്ങൾക്കിതിലൊന്നും ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഈ ജനോസൈഡ് എന്ന് പറയുന്ന ഈ ആർട്ടിക്കിൾ വായിച്ചതോടുകൂടി ലോകരാഷ്ട്രങ്ങളാകെ ഇളകി മറിഞ്ഞു. ഇതേ സമയത്ത് മറ്റൊരു കാര്യമുണ്ടായി. പാകിസ്ഥാനിലെ അമേരിക്കൻ കൗൺസിലേറ്റിലെ കൗൺസിലർ ജനറൽ, അദ്ദേഹത്തിൻ്റെ പേര് ആർച്ചർ കെൻറ്റ് ബ്ലഡ് എന്നായിരുന്നു. BLOOD, നമ്മുടെ രക്തം. ഇവിടുത്തെ ഈ സംഭവങ്ങൾ കണ്ടപ്പോൾ ഇവരുടെ ഒരു സീക്രട്ട് ചാനലുണ്ട്, ഡിസെൻറ്റ് ചാനൽ. ആ ചാനലിൽ കൂടെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർ അമേരിക്കയെ അറിയിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ബ്ലഡ് ടെലിഗ്രാം എന്ന പിൽക്കാലത്ത് ഘോഷിക്കപ്പെട്ട ഒരു ടെലിഗ്രാം അയക്കുകയാണ്. അതിൽ എല്ലാ വിവരങ്ങളും ഇദ്ദേഹം അമേരിക്കക്കാരെ അറിയിച്ചു. അമേരിക്കക്കാർ ഇത് പുറത്തു വിടാനായിട്ട് സമ്മതിച്ചില്ല. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി. എന്നാലോ നിക്സൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഹി വാസ് ടോട്ടലി ഇൻ ഫേവർ ഓഫ് പാകിസ്ഥാൻ. നിക്സൺ അപ്പോൾ ബംഗ്ലാദേശിലെ ആൾക്കാരെയും പാകിസ്ഥാനിലെ ആൾക്കാരെയും ഗോഡ് ഡാം മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. പക്ഷേ ഇയാൾ സീക്രട്ട്ലി ജോർഡാൻ വഴിയും സിറിയ വഴിയും ടർക്കി വഴിയും പാകിസ്ഥാനിലേക്ക് ആയുധങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് ഇയാൾ ഈ ദ പാകിസ്ഥാനീസ് ആർ ഗോഡ് ഡാം മുസ്ലിംസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അന്ന് പാകിസ്ഥാനും ചൈനയും തമ്മിൽ വളരെ അടുപ്പത്തിലാണ്. സോ ഇന്ത്യക്കെതിരായിട്ട് ചൈനയെ ഉത്സാഹിപ്പിക്കാൻ അമേരിക്കക്കാർ, പ്രത്യേകിച്ച് നിക്സൺ, ചൈനയെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം നിക്സന് തോന്നി ഇന്ത്യ കൂടുതൽ റഷ്യയായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യം പാകിസ്ഥാനോട് പറഞ്ഞു, നിങ്ങൾ ചൈനക്കാരോട് പറയുകയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അവിടെ ഒരു തേർഡ് ഫ്രണ്ട് ഓപ്പൺ ചെയ്യണമെന്ന്. പിന്നെ ചൈനക്കാരോട് പറഞ്ഞു, അപ്പോൾ അവർ കുറച്ചൊരു അടുപ്പമായിട്ട് ചൈനക്കാരോട് പറഞ്ഞു, റഷ്യക്കാരോട് പറയും നിങ്ങൾ ഇൻ്റർഫിയർ ചെയ്യരുത്. പക്ഷേ റഷ്യയും ചൈനയും തമ്മിൽ എന്നും പ്രശ്നമുണ്ടായിരുന്നു. ഓഗസ്റ്റ് 9 നമ്മളും റഷ്യയും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ റിസൾട്ടായിട്ട് ബൈ ചാൻസ് ചൈന ഇന്ത്യയിൽ ഇടപെടുകയാണെങ്കിൽ റഷ്യ അവിടെ നിന്ന് മറ്റൊരു ഫ്രണ്ട് ഓപ്പൺ ആവും. സോ ഇറ്റ് വിൽ ബിക്കം എ വേൾഡ് വാർ. അതാണ് എക്സ്റ്റേണൽ സിറ്റുവേഷൻ. ഇനി ഇന്ത്യയിൽ, സോ നമ്മുടെ മൂവ്മെൻറ്റിനെയൊക്കെ പറ്റി ഞാൻ പറഞ്ഞു. നമ്മൾക്ക് ഈസ്റ്റ് ബംഗാളിലെ
ജനങ്ങളുടെ സപ്പോർട്ട് കൂടാതെ നമുക്കൊരു കാര്യം അവിടെ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവിടുത്തെ റിവേഴ്സ് ക്രോസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജിങ് എക്യുപ്മെൻ്റ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ റിവേഴ്സ് ക്രോസ് ചെയ്യും? അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. അതിന് അവിടുത്തെ ഈ കൺട്രി ബോട്ട്സ് ഉണ്ടല്ലോ, വള്ളങ്ങൾ, ഈ വള്ളങ്ങളെ നമുക്ക് കിട്ടണം. ഈ വള്ളങ്ങളുടെ സഹായത്തിൽ കൂടെ വേണം. അതിനെപ്പറ്റി പിന്നീട് പറഞ്ഞു തരാം. നമ്മൾ എങ്ങനെയാണ് ബംഗ്ലാദേശിലത്തെ ഓപ്പറേഷൻ പ്രോഗ്രസ് ചെയ്ത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരാം. വള്ളങ്ങൾ കിട്ടണം. ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ബംഗ്ലാദേശിലെ ഫേവറബിളായിട്ടുള്ള പോപ്പുലേഷനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണ്ടേ. അങ്ങനെയാണ് നമ്മൾ ഈ മുക്തി വാഹിനിയെ ട്രെയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കം മുതൽ, ഇൻഫാക്റ്റ് മാർച്ച് 25 മുതൽ ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങൾ ഒരു ഗൊറില്ല ഫോഴ്സസായിട്ട് മാറുകയും, കുറേ കൂട്ടം ആൾക്കാർ ഗൊറില്ല ഫോഴ്സായിട്ട് മാറുകയും അവിടെയുള്ള മിലിറ്ററി ക്യാമ്പുകളെ ആക്രമിക്കാനും തുടങ്ങി. അമ്യൂണിഷൻ ഡുമ്പുകളെ റെയ്ഡ് ചെയ്യുക, ആംബുഷ് ചെയ്യുക, സബോട്ടേജ് ചെയ്യുക, ഈ വക കാര്യങ്ങളിൽ ഇവർ ഓൾറെഡി ഇടപെടാൻ തുടങ്ങി. അവിടെ ഒരു ലീഡർ ഉണ്ടായിരുന്നു, അവരുടെ കേണലായിരുന്നു അദ്ദേഹം. വന്ന് MAG ഒസ്മാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഈ മുക്തി ബാഹിനിയുടെ ലീഡറായത്. അങ്ങനെ മുക്തി ബാഹിനി എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ രൂപം കൊള്ളുകയാണ്. ഇതിൽ 2 കൂട്ടം ജനങ്ങളാണ്. ഒന്ന് മിലിറ്ററിക്കാരല്ലാത്ത ആൾക്കാർ, മറ്റൊന്ന് മിലിറ്ററിക്കാർ. സോ സർവീസിൽ നിന്ന് കുറേ ആൾക്കാർ ഡെസർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കൂട്ടം ജനങ്ങളോട്, അതായത് പട്ടാളക്കാരോട്, വെസ്റ്റ് പാകിസ്ഥാനിലെ കമാൻഡേഴ്സ്, അതായത് ഈസ്റ്റ് ബംഗാളിലെ കമാൻഡേഴ്സ് പറഞ്ഞു, നിങ്ങൾ ഒരു റൂട്ടീൻ ചെയ്യേണ്ട, ബാരക്കിൽ ഇരുന്നാൽ മതിയെന്ന്. അവിടെ നിന്നും കുറേ ആൾക്കാർ ഡെസേർട്ടായി. ഇവരെല്ലാവരും കൂടെ ഈ ആക്റ്റീവ് ഫോഴ്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്ന മുക്തി ഫൗജ് എന്നാണ്. അവർ മുക്തി വാഹിനി എന്ന് പറയുക. അവർ മുക്തി വാഹിനിയായിട്ട് മാറി. പിന്നെ ഗൊറില്ലാസ്. ഈ ഗൊറില്ലാസ് 10-12 ആൾക്കാരുടെ ഗ്രൂപ്പുകളായിരുന്നു. പിന്നീട് നമ്മൾ ഇവർക്ക് കുറേ ആൾക്കാർ റെഫ്യൂജീസായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 1 കോടി ജനങ്ങളോളം ഇന്ത്യയിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ക്യാമ്പുകളിൽ, റെഫ്യൂജി ക്യാമ്പുകളിൽ പോയിട്ട് നമ്മുടെ കമാൻഡേഴ്സ് അവിടെ പോയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട്, നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ഒരു ഭാഗമായിട്ട് ബംഗ്ലാദേശിലെ പാകിസ്ഥാനികളെ അവിടുന്ന് പറഞ്ഞുവിടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ വളണ്ടിയറായി. അങ്ങനെ നമ്മൾ കൽക്കട്ടയിൽ മുജീബ് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി, മുക്തിവാഹിനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ അഗർത്തല, ബാലൂർഘാട്ട്, കൂച്ച് ബിഹാർ, ഇങ്ങനെ 3 സെക്ടർ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി. ഈ സെക്ടർ ഹെഡ് ക്വാർട്ടേഴ്സ് കൂടാതെ 10 സബ് സെക്ടർ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിന് 4 ചുറ്റും ക്യാമ്പുകൾ സൃഷ്ടിച്ചു. 4 ചുറ്റും. ഇത്രയും പറയുന്നതിന് മുമ്പ് ബംഗ്ലാദേശിൻ്റെ ആ ടെറിട്ടറിയെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞാലേ യുദ്ധത്തിലെ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഈ രാജ്യമുണ്ടല്ലോ, ഇതിങ്ങനെ 3 ഭാഗം ഇന്ത്യയെ കൊണ്ട് കവർ ചെയ്തിട്ടും ഒരു ഭാഗം ബേ ഓഫ് ബംഗാളിനെ കൊണ്ട് കവർ ചെയ്തിട്ടാണ്. റൈറ്റ്. ഇന്ത്യയായിട്ടുള്ള അവരുടെ ബൗണ്ടറി ഉണ്ടല്ലോ, അത് 3710 കിലോമീറ്ററാണ് ബൗണ്ടറി. സിക്സാഗ് ആയിട്ടുള്ള ആണ്. ആ ഒരു ബൗണ്ടറി കടന്നു പോകുന്നത് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ചിക്കൻ നെക്ക് അഥവാ സിലിഗുരി കോറിഡോർ കൂടെയാണ്. ഇടത്ത് ഭാഗത്ത് ഒരു പോർഷൻ ബീഹാർ, പിന്നെ ബംഗാൾ, സിലിഗുരി കോറിഡോറിൻ്റെ അതിലേക്ക് വന്നു. പിന്നെ നമ്മുടെ 7 സിസ്റ്റേഴ്സ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, 3710 കിലോമീറ്റർ.
ഈ ബേ ഓഫ് ബംഗാളിൻ്റെ കീഴിലുള്ളവരുടെ ആ ഒരു അതിർത്തി അഥവാ ബൗണ്ടറി ഏകദേശം 710 കിലോമീറ്ററാണ്. തെക്ക് നിന്ന് വടക്ക് ഇവരുടെ ടോട്ടൽ ദൂരം 520 കിലോമീറ്ററാണ്. ഇൻഫാക്ട് നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് വെസ്റ്റ്. അതുമാതിരി ഈസ്റ്റ് വെസ്റ്റ് 320 കിലോമീറ്റർ. ബംഗ്ലാദേശിൻ്റെ വലത് ഭാഗത്ത് ആണ് ഈ ചിറ്റഗോങ് ഹിൽസൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പിന്നെ ഇവിടെ 3 പ്രധാനപ്പെട്ട നദികളാണ്. ഒന്ന് റിവർ പത്മ. ഗംഗാ നദി ബംഗ്ലാദേശിൽ പത്മ റിവർ എന്നാണ് അറിയുന്നത്. റൈറ്റ് സൈഡിൽ ഹിമാലയത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന നമ്മുടെ ബ്രഹ്മപുത്ര നദി, അതിനെ അവർ ജമുന റിവർ എന്നാണ് പറയുന്നത്. യമുന അല്ല, ജമുന. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ ജമുന എന്നാണ് അറിയുന്നത്. അതിൻ്റെയും വലത്ത് ഭാഗത്ത് മറ്റൊരു റിവർ, മേഘ്ന റിവർ. അത് വളരെ ഫേമസ് ആയിട്ടുള്ള റിവറാണ്. ഇൻഫാക്റ്റ് ഈ ക്യാമ്പയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരു റിവറാണ് ഈ മേഘ്ന റിവർ. ഇതുകൂടാതെ മറ്റൊരു റിവർ, തീസ്ത റിവർ. ഈ ബ്രഹ്മപുത്രയ്ക്കും ഗംഗാ നദിക്കും ഇടയിൽ കൂടെ വേറൊരു റിവർ വരുന്നുണ്ട്, തീസ്ത റിവർ. ഈ തീസ്ത റിവർ ഭയങ്കരമായിട്ട് ഫ്ലാഷ് ഫ്ലഡൊക്കെ ഉണ്ടാകുന്ന ഒരു റിവറാണ്. ഇൻഫാക്റ്റ് ആ ഫ്ലാഷ് ഫ്ലഡ് ഞാനൊരിക്കൽ ഫേസ് ചെയ്തതാണ്. 2007-08 ഞാൻ 20 മൗണ്ടൻ ആർട്ട് ബ്രിഗേഡിൻ്റെ കമാൻഡറായി ഇരിക്കുമ്പോൾ അവിടെ നോർത്ത് ബംഗാളിൽ ജൽപായ്ഗുരി ഡിസ്ട്രിക്റ്റിൽ ഒരു ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായി. നമ്മുടെ ഇവിടെ നമ്മുടെ വയനാട്ടിലുണ്ടായ ഫ്ലാഷ് ഫ്ലഡില്ലേ, ഏറെക്കുറെ അതേമാതിരിയുള്ള ഒരു ഫ്ലാഷ് ഫ്ലഡ്. അതിന് ഞങ്ങളുടെ ബ്രിഗേഡാണ് അതിനെ കൺട്രോൾ ചെയ്തത്. എനിക്കതിൽ വലിയ ഒരു റോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒട്ടും ഈ രാജ്യത്തിലേക്ക് കടക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ് ബംഗ്ലാദേശിലേക്ക്. ഞാൻ ഇതിനെപ്പറ്റി ഇത്രയും എംഫസിസ് ആയിട്ട് പറയുന്നത് നമ്മുടെ എൻ്റയർ മിലിറ്ററി പ്ലാനിങ്ങിൽ ഇതിൻ്റെ വലിയ ഒരു ബിയറിംഗ് ഉണ്ടായിരുന്നു. ഈ റിവേഴ്സിൻ്റെ ഡയറക്ഷൻസൊക്കെ എങ്ങനെയാണെന്ന് ഇത് കൊണ്ടുപോകുക. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കോ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കോ കടക്കാനായിട്ട് യാതൊരു മാർഗങ്ങളുമില്ല. പദ്മ റിവറിൻ്റെ മീതെ ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജിൻ്റെ പേര് ഹാർഡിംഗ് ബ്രിഡ്ജ് എന്നാണ്. ഹാർഡിംഗ് ബ്രിഡ്ജ് കടന്നാലേ ഡാക്കയിലേക്ക് പോകാൻ പറ്റുള്ളൂ, അഥവാ ബംഗ്ലാദേശിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതേപോലെ വലത് ഭാഗത്ത്, അതായത് ഈസ്റ്റിൽ, ഞാൻ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇടത്ത് ഭാഗത്താണ് ഈ ഹാർഡിംഗ് ബ്രിഡ്ജ്. വലത് ഭാഗത്ത് മേഘ്ന റിവറിൻ്റെ മീതെ ഒരു ആഷുഗഞ്ച് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിന് കൊറോണേഷൻ ബ്രിഡ്ജ് എന്നും പറയും. ഈ 2 ബ്രിഡ്ജിൽ കൂടെ വേണം ഡാക്കയിലേക്ക് എത്താനായിട്ട്. സോ ഒരു വീടിന് 2 വാതിലുകൾ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. ഒരു നമ്മുടെ ഫ്രണ്ടിൽ ഒരു വാതിൽ, അതാണ് ഹാർഡിംഗ് ബ്രിഡ്ജ് എന്നുണ്ടെങ്കിൽ പിൻഭാഗത്തുള്ള വാതിലാണ് ഈ കൊറോണേഷൻ ബ്രിഡ്ജ്. റോഡുകളുടെ അലൈൻമെൻറ്റും ഇതുമാതിരി തന്നെയാണ്. വടക്ക് നിന്ന് തെക്കോട്ടേക്ക് റോഡുകളുടെ, റെയിൽവേയുടെ അലൈൻമെൻറ്റും ഇതേമാതിരി തന്നെയാണ്. സോ ഇവിടേക്ക് നമ്മൾ കടന്നു പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പല ഭാഗത്തും 2 മുതൽ 4, 6, 8 കിലോമീറ്റർ വീതിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന അണ്ണീവനായുള്ള റിവേഴ്സ് വഴി വേണം ക്രോസ് ചെയ്യാനായിട്ട്. സോ പ്ലാനിങ് ഓഫ് ദ ഓപ്പറേഷൻ വാസ് ദാറ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, സോ ബംഗ്ലാദേശിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വലിയ ഒരു സ്ഥലം, അവിടേക്ക് നമുക്ക് ഫോഴ്സസിനെ ഡിപ്ലോയ് ചെയ്യണ്ടേ. ഫോഴ്സസിനെ ഡിപ്ലോയ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈസ്റ്റിൽ നിന്നുള്ള ഫോഴ്സിനെ നമ്മൾക്ക് വെസ്റ്റിലേക്കും വെസ്റ്റിൽ നിന്നുള്ള ഫോഴ്സസിനെ ഈസ്റ്റിലേക്കും നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ കൂടെ വേണ്ടേ പോകാനായിട്ട്. പിന്നെയുള്ള ഒരു ചെറിയൊരു പോർഷനാണ് ഈ സിലിഗുരി കോറിഡോർ. ഈ സിലിഗുരി കോറിഡോറിൽ കൂടെ വേണം നമ്മളുടെ കംപ്ലീറ്റ് കാർഗോ അല്ലെങ്കിൽ ട്രൂപ്സിന് മുന്നേ മൂവ് ചെയ്യാനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഈസ്റ്റിലുള്ള ഫോഴ്സസിനെ അവിടെ തന്നെ ഡിപ്ലോയ് ചെയ്യുകയും വെസ്റ്റിൽ അഡീഷണൽ ഫോഴ്സസിനെ കൊണ്ടുവന്ന് അവരെ പൊസിഷൻ ചെയ്യുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ അന്ന് ഫേസ് ചെയ്തത്. പിന്നെ അപ്പോൾ നമുക്ക് ഈ ബംഗ്ലാദേശിനെ ഒരു 4 സെക്ടറായിട്ട് തിരിക്കാം.
4 സെക്ടറായിട്ട് തിരിക്കാം. ഒന്ന് തെക്ക് പടിഞ്ഞാറ്. ഞാൻ വീണ്ടും പറയുന്നു, തെക്ക് പടിഞ്ഞാറ് ഞാൻ പറയുമ്പോൾ ഞാൻ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഉള്ള ഒരു ഡയറക്ഷനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. തെക്ക് പടിഞ്ഞാറുന്ന് നമ്മൾ ഒരു കോറിനെ അവിടെ പൊസിഷൻ ചെയ്തു. അത് 2 കോറായിരുന്നു. ആ 2 കോറിൽ 2 ഡിവിഷനാണ്. 2 ഡിവിഷൻ. ആ 2 ഡിവിഷൻ, ഒന്ന് 4th ഡിവിഷൻ, ഒന്ന് 9th ഡിവിഷൻ. 2 കോർ പുതുതായിട്ട് ഫോം ചെയ്തതാണ്. ഇൻഫാക്റ്റ് ബംഗ്ലാദേശിലെ യുദ്ധത്തിന് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 കോറിനെ നമ്മൾ ഫോം ചെയ്തത്. അതിൻ്റെ കോർ കമാൻഡറായിരുന്നു ലഫ്റ്റനൻറ്റ് ജനറൽ TN റെയ്ന. അദ്ദേഹം പിന്നീട് ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫായി. ഇനി നോർത്ത് വെസ്റ്റിൽ 33 കോർ. 33 കോറിൽ 3 ഡിവിഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരേ ഒരു ഡിവിഷൻ മാത്രമേ നമുക്ക് ബംഗ്ലാദേശിലെ ഓപ്പറേഷനായിട്ട് അവൈലബിൾ ഉള്ളൂ. മറ്റേ 2 ഡിവിഷനും കാര്യം അവിടെ മഞ്ഞ് മൂടി കിടക്കുകയാണെന്നുണ്ടെങ്കിലും ചൈനയ്ക്കെതിരായിട്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാനൊരു ബാലൻസിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഒരേ ഒരു ഡിവിഷൻ മാത്രം, 20 മൗണ്ടൻ ഡിവിഷൻ. ഈ 20 മൗണ്ടൻ ഡിവിഷനിലെ 20 ആർട്ടി ബ്രിഗേഡിൻ്റെ കമാൻഡറായിരുന്നു ഞാൻ പിന്നീട്. ഇനി നമുക്ക് അപ്പോൾ സിലിഗുരി കോറിഡോർ കൂടെ വലുതായിട്ടുള്ള ഫോഴ്സസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇനി നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് പോകും. നോർത്ത് ഈസ്റ്റിന് ആ ഭാഗത്തിന് അവർ സെൻട്രൽ സെക്ടർ എന്നാണ് പറഞ്ഞിരുന്നത്. സെൻട്രൽ സെക്ടറിൽ കൂടെ അധികം ഫോഴ്സസിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അത് കാരണത്താൽ തന്നെ പാകിസ്ഥാൻ്റെ പ്ലാനിങ്ങിൽ സെൻട്രൽ സെക്ടറിൽ കൂടെ വലിയ ഒരു ത്രെറ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു. അവിടെ നമ്മളുടെ അടുത്ത് അധികം ഫോഴ്സസ് ഒന്നും ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരു അഡോക് ഫോർമേഷനെ നമ്മൾ അവിടെ ഫോം ചെയ്തു. ആ അഡോക് ഫോർമേഷനിൽ ഒരു ബ്രിഗേഡ്, 95 ബ്രിഗേഡ്, പിന്നെ FJ സെക്ടർ എന്ന് പറയുന്ന മറ്റൊരു സെക്ടർ. ഇത് ഇത്രയേ ഉള്ളൂ ഫോഴ്സ് അവിടെ. അപ്പോൾ അതൊരു മേജർ ജനറലാണ് കമാൻഡ് ചെയ്തിരുന്നത്. ജനറൽ നാഗ്ര എന്ന് പറയുന്ന ഒരു മേജർ ജനറൽ നാഗ്രയാണ് അതിനെ കമാൻഡ് ചെയ്തത്. ഇനി അവിടെ നിന്ന് നമുക്ക് കിഴക്ക് തെക്ക് ഭാഗത്തേക്ക് വരാം. കിഴക്ക് തെക്ക് ഭാഗത്ത് ഇൻഫാക്ട് ദി എൻറ്റയർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, 7 സ്റ്റേറ്റ്സ്, എൻറ്റയർ സ്റ്റേറ്റ്സ്, അവിടെ നമ്മുടെ 4 കോർ ഉണ്ടായിരുന്നു. 4 കോറിൽ 3 ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ആ 3 ഡിവിഷനിൽ ഒന്ന് 8 DEF, ഒന്ന് 57 ഡിവിഷൻ, ഒന്ന് 23 ഡിവിഷൻ. ഇങ്ങനെയുള്ള 3 ഡിവിഷൻസ് ആയിരുന്നു. ഇനി ഈ നോർത്തേൺ, ഈ സൗത്ത് വെസ്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞു ജനറൽ റെയ്ന. നോർത്ത് വെസ്റ്റിൽ അത് ലഫ്റ്റനൻറ്റ് ജനറൽ ML തപനായിരുന്നു കോർ കമാൻഡർ 33 കോറിൻ്റെ. അതിൻ്റെ GOC മേജർ ജനറൽ ലക്ഷ്മൺ സിംഗ് എന്ന് പറയുന്നതായിരുന്നു. അതുപോലെ ഞാൻ ഈ 95 ബ്രിഗേഡ് ആൻഡ് സെക്ടറിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ, ജനറൽ നാഗ്ര. 4 കോറിൻ്റെ ജനറൽ ഓഫീസർ കമാൻഡിങ് ലഫ്റ്റനൻറ്റ് ജനറൽ സഗത് സിംഗ് ആയിരുന്നു. ലഫ്റ്റനൻറ്റ് ജനറൽ സഗത് സിംഗിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം പറയാനുണ്ട്. ഇതായിരുന്നു നമ്മുടെ ബേസിക് ഫോർമേഷൻ. അപ്പോൾ നമ്മുടെ അടുത്ത് ടോട്ടലുള്ള ഫോഴ്സസിനെ നമുക്ക് നോക്കാം. 2 കോറിൻ്റെ അണ്ടറിൽ നിന്ന് നമുക്ക് 2 ഡിവിഷൻ, 20 ഇതിൻ്റെ അടുത്ത് നിന്ന് 1 ഡിവിഷൻ, 95 ബ്രിഗേഡും പിന്നെ ഒരു അഡോക് ബ്രിഗേഡിന് പിന്നീട് ഫോം ചെയ്തു, അതും ഇവിടെ 3 ഡിവിഷനും. ഈ പാകിസ്ഥാൻ്റെ ഫോഴ്സസ് എത്രയാണെന്ന്, ഈ പാകിസ്ഥാൻ ഫോഴ്സസിൻ്റെ ടോട്ടൽ ഇത് വെച്ചാൽ 5 ഡിവിഷൻസാണ് അവരുടെ അടുത്തുണ്ടായിരുന്നത്. അതിൽ ഒന്ന് ഈ 2 കോറിനെതിരായിട്ട് ഒരു 9 ഇൻഫൻട്രി ഡിവിഷൻ, 33 DEF, അതായത് നോർത്ത് വെസ്റ്റിൽ അവിടെ ഇവരുടെ 16 ഇൻഫൻട്രി ഡിവിഷനായിരുന്നു. ആ FZ സെക്ടർ ആൻഡ് 95 പറഞ്ഞല്ലോ, അവിടെ 14 ഡിവിഷൻ. 4 കോറിനെതിരായിട്ട് 2 ഡിവിഷൻ, 36 ആൻഡ് 39 ഡിവിഷൻ. ഇതാണ് അവരുടെ ടോട്ടൽ ഫോഴ്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, ഫോഴ്സസിൻ്റെ ഒരു റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ സ്ഥലത്ത് നമുക്ക് ആർമഡ് കോറിനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല. ആർമഡ് കോർ എന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കുകളിൽ വളരെ ലിമിറ്റഡ് മൊബിലിറ്റിയേ ഉള്ളൂ. ഒന്നാമത് കംപ്ലീറ്റ് മൂവ്മെൻറ്റ് നോർത്ത് ടു സൗത്ത് ആണല്ലോ, കംപ്ലീറ്റ് മാർഷി ലാൻഡുകളാണ്. പിന്നെ അവിടെ ബ്രിഡ്ജസ് ഇല്ല. ഓക്കെ, ക്രോസ് കൺട്രി മൂവ് മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ. പക്ഷേ നമ്മൾ ടാങ്കുകൾ ഉപയോഗിച്ചു. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നോർത്ത്
വെസ്റ്റ് സെക്ടറിൽ ഉപയോഗിച്ചു. പിന്നെ ഈസ്റ്റേൺ സെക്ടറിൽ മാഗ്ന റിവർ ക്രോസ് ചെയ്യാനായിട്ട് നമ്മൾ ടാങ്കുകളെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതായിരുന്നു ഫോഴ്സസിൻ്റെ പൊസിഷനിങ്. ഇതിനിടയിൽ അപ്പോൾ ഞാൻ മുക്തിവാഹിനിയെ പറ്റി പറഞ്ഞു. മുക്തിവാഹിനിയുടെ 4 സ്ഥലങ്ങളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. അതായത് മുജീബ് നഗർ പറഞ്ഞു, പിന്നെ അഗർത്തല പറ്റി പറഞ്ഞു, കൂച്ച് ബിഹാർ പറഞ്ഞു, ബലൂർഘട്ടിനെ പറ്റി പറഞ്ഞു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, യുദ്ധം തുടങ്ങുന്നത് 3 ഡിസംബറിനാണല്ലോ, മുമ്പ് തന്നെ ആക്ച്വൽ യുദ്ധം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് സത്യം. ഫോർമൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആക്ച്വൽ യുദ്ധം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. കാരണം നവംബർ 22 ഈ നോർത്ത് വെസ്റ്റേൺ സെക്ടർ, അവിടെ 20 മൗണ്ടൻ ഡിവിനായിരുന്നു അവിടുത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെയുള്ള ആ ഫോർമേഷനെ ഈ നോർത്ത് വെസ്റ്റിലുള്ള ആ സെക്ടറിൽ ഒരു ആക്രമണത്തിനായിട്ട് ഉപയോഗിക്കേണ്ടായി. 8 ഗാർഡ്സ് എന്ന് പറയുന്ന ഒരു ബറ്റാലിയൻ അവിടെയുള്ള ഒരു ഹില്ലി എന്ന് പറയുന്ന ആ ഒരു ടൗൺഷിപ്പിനെ നവംബർ 22 ആക്രമിക്കുകയാണ്. ആ യുദ്ധം നവംബർ 22 മുതൽ ഡിസംബർ 18 വരെ നടന്നു. 16 സീസ് വരെയാണ്. ഒന്നതായല്ലോ. ഇനി ഈ നോർത്ത് ഈസ്റ്റ് സെക്ടറിൽ അവിടെ ജമാൽപൂർ എന്നും കമാൽപൂർ എന്ന് പറയുന്ന 2 സ്ഥലങ്ങളുണ്ട്. ഈ കമാൽപൂരിൽ മുക്തിവാഹിനി ഒരു ഗംഭീരമായുള്ള ഒരു അറ്റാക്ക് നടത്തി. അവിടെ ടൈഗർ സിദ്ദിഖി എന്ന് പറയുന്ന ഒരാളായിരുന്നു ഈ മുക്തിവാഹിനിയുടെ അവിടുത്തെ ലീഡർ അഥവാ കമാൻഡർ. ഈ കമാൽപൂർ ഏരിയയിൽ പാകിസ്ഥാൻ്റെ ഒരു ഇൻഫൻട്രി ബറ്റാലിയൻ ഉണ്ടായിരുന്നു. ആ ബറ്റാലിയനെ ഏകദേശം ഒരു ബ്രിഗേഡ് സൈസുള്ള മുക്തിവാഹിനി ആക്രമിക്കുകയാണ്. നവംബർ മാസത്തിലെ 10 മുതൽ 18 വരെ കമാൽപൂർ കംപ്ലീറ്റ് അവർ പിടിച്ചെടുക്കുകയും അവിടെയുള്ള പട്ടാളക്കാരെ ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള സംഗതികളായിരുന്നു. അപ്പം നമ്മുടെ കംപ്ലീറ്റ് പൊസിഷനിങ് കഴിഞ്ഞു. ഇനി ഇന്ത്യൻ ആർമിക്കുള്ള ടാസ്ക് എന്താണ്? നമ്മൾ യുദ്ധം ഒക്കെ അങ്ങനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആർമിക്ക് ഒരു പ്രോപ്പർ ടാസ്കിങ് ഉണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ അറിയില്ല, ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ഉണ്ട്. അത് കൂടാതെ പിന്നെ നാഷണൽ ലെവലിൽ, അപ്പോൾ നാഷണൽ ലെവലിൽ ഉള്ള ആ ഓർഗനൈസേഷൻ ഉണ്ട്. പിന്നെ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി CCS, അതിനകത്ത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഉണ്ടാവും, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ടാവും, ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടാവും, ഹോം മിനിസ്റ്റർ ഉണ്ടാവും, പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും, ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ടാവും, ആൻഡ് ഹൂംസ് ഓവർ ദേ വാണ്ട്. അങ്ങനെ അവർ, അതായത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിക്ക് ഒരു ഓർഡർ കൊടുക്കും. സാധാരണഗതിയിൽ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഒരു എമർജൻസി ഡിക്ലെയർ ആവണം. നമ്മുടെ കേസിൽ എമർജൻസി പ്രൈം മിനിസ്റ്റർ ഡിക്ലെയർ ചെയ്തത് 25 മാർച്ചിനാണ്. എമർജൻസി ഡിക്ലെയർ ചെയ്തു. ഇനി യുദ്ധം വരുന്നതിന് മുമ്പ് ടാസ്കിങ് കൊടുക്കില്ല. അപ്പോൾ ടാസ്കിങ് കൊടുക്കുമ്പോൾ നമ്മളന്ന് പ്രധാനമായിട്ട് ചിന്തിച്ച കാര്യങ്ങൾ, നമ്മുടെ ഉദ്ദേശം ബംഗ്ലാദേശിനെ കംപ്ലീറ്റ്ലി ലിബറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ എയിം ഒരു ഇൻട്രീം ഗവൺമെൻറ് ഫോം ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു സൗകര്യം ബംഗ്ലാദേശിലെ ലീഡർഷിപ്പിന് ആക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. കംപ്ലീറ്റ് ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യണമെന്നും ഡാക്ക പിടിച്ചെടുക്കണമെന്നുള്ള യാതൊരു ഉദ്ദേശവും നമുക്കുണ്ടായിരുന്നില്ല. ഓക്കെ, വെസ്റ്റേൺ സെക്ടറിൽ നമ്മളൊരു ഡിഫെൻസീവ് പോസ്ചറാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ വരികയാണെങ്കിൽ അവരെ നമ്മൾ തടഞ്ഞു നിർത്തണം. ഇനി പാകിസ്ഥാൻ എന്താ ഉദ്ദേശിച്ചെന്ന് അറിയട്ടെ. പാകിസ്ഥാൻ്റെ
കോർ പ്രിൻസിപ്പിൾ. അപ്പോൾ പാകിസ്ഥാൻ അറിയാം, അവർ അത്ര വിഡ്ഢികളൊന്നും ആയിരുന്നില്ല. അവരുടെ കൺസെപ്റ്റ് എന്തായിരുന്നു അറിയോ? ഡിഫൻസ് ഓഫ് ഈസ്റ്റ് പാകിസ്ഥാൻ വിൽ ബി ഡിറ്റർമിൻഡ് ഇൻ ദി വെസ്റ്റ്. ഇതിൻ്റെ മറ്റൊരു പരിഭാഷ എന്ന് പറഞ്ഞാൽ, ഈസ്റ്റ് പാകിസ്ഥാൻ്റെ ഡിഫൻസ് നിലനിൽക്കണമെങ്കിൽ വെസ്റ്റ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നേട്ടങ്ങളുണ്ടാക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മൾ അഥവാ ഈസ്റ്റ് പാകിസ്ഥാനിലെ ഏതെങ്കിലും യുദ്ധത്തിൻ്റെ തുടക്കത്തിലൊക്കെ അറിയില്ലല്ലോ, ഏരിയ ക്യാപ്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് യുദ്ധം കഴിഞ്ഞതിന് ശേഷം നെഗോഷിയേറ്റിംഗ് ടേബിളിൽ വരുമ്പോൾ അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് തക്കതായിട്ടുള്ള ഒരു ഫോഴ്സോ തക്കതായിട്ടുള്ള ഒരു നേട്ടങ്ങളോ ഉണ്ടാവണമല്ലോ. അതിനവരുദ്ദേശിച്ചത് ക്യാപ്ചർ മാക്സിമം ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇതായിരുന്നു അവരുടെ അവിടുത്തെ ഉദ്ദേശം. ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഇത് മനസ്സിലായി, ഇവർ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം ഏകദേശം ആസന്നമാണ് എന്നൊരു ഘട്ടത്തിലെത്തി. അപ്പോൾ ആദ്യത്തെ അറ്റാക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ മുക്തിബാഹിനി അറ്റാക്ക് നടത്തിയിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തിരുന്നു. പക്ഷേ എന്നാലും പാകിസ്ഥാൻ്റെ പ്ലാനിൽ അവർ മുമ്പേ തുടങ്ങിയിരുന്നോ എന്തെങ്കിലും? അവരിങ്ങോട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിരുന്നു? ആക്ച്വലി വാജിദ്, നമ്മൾ ഉദ്ദേശിച്ചത് ഡിസംബർ 4 പാകിസ്ഥാനെ ആക്രമിക്കുക എന്നുള്ളതാണ്. അത് ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യാനുള്ള ആ ഒരു മിലിറ്ററി ഓപ്പറേഷൻ ഡിസംബർ 4 തുടങ്ങാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ നമ്മൾ നാട്ടിൽ പറയാമല്ലോ, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. ഡിസംബർ 3 വൈകുന്നേരം 5:32 പാകിസ്ഥാൻ നമ്മളുടെ 12 എയർഫീൽഡുകളെ ആക്രമിക്കുകയുണ്ടായത്. 12. അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ എയർഫീൽഡുകളെയും, ആഗ്ര തൊട്ട് ആഗ്ര, ഉത്തർലായി, ജോധ്പൂർ, ശ്രീനഗർ തുടങ്ങി അവിടെയുള്ള എല്ലാ, ആദംപൂർ തുടങ്ങി എല്ലാവിടേക്കും സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഒരു എയർ റെയ്ഡാണ് ഇവർ നടത്തിയത്. വൈ? എന്തിനവരങ്ങനെ ചെയ്തു? 1967 ഇസ്രായേലും അന്നത്തെ അവരുടെ ഒപ്പോണൻസും കൂടെ നടന്ന ആ യുദ്ധത്തിൽ, പ്രധാനമായിട്ട് ഈജിപ്തായിരുന്നതിൽ, ആ യുദ്ധത്തിൽ ഇസ്രായേൽ ഒരു ലൈറ്റനിങ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് 6 ദിവസം കൊണ്ട് ആ യുദ്ധം അവസാനിപ്പിച്ചു. അവരൊരു പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് ചെയ്തിട്ട് അവരുടെ ശത്രുക്കളുടെ കംപ്ലീറ്റ് എയർഫീൽഡുകൾ നിശേഷം ഇനോപ്പറേറ്റീവ് ആക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല.